നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ലോകത്തിന് മുന്നിൽ അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് നോക്കിയിട്ട് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഓർക്കാറ് പോലുമില്ല. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ സഹായിച്ചിട്ട് തന്നെ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു കാര്യം ലോകം അംഗീകരിക്കുന്നുണ്ട്. എപ്പോഴല്ല, പണ്ട് തൊട്ടേ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊരു ഇത്തിരി കൂടെ ഒരു പ്രചാരണം ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരു $multi-million ഇൻഡസ്ട്രി ആയിട്ടൊക്കെ ഇന്ന് ലോകത്തിൽ വളർന്ന് പടർന്ന് പന്തലിച്ച നമ്മുടെ ഇന്ത്യയിൽ തുടക്കമുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, യോഗയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എന്താണ് യോഗ? എങ്ങനെയാണ് യോഗ ഡെവലപ്പ് ചെയ്തത്? എന്തുകൊണ്ട് എല്ലാവരും ലോകം ഇന്ന് യോഗയെ ഇത്രത്തോളം അംഗീകരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും 5WH മലയാളം പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ വാട്ട്, വെൻ, വെയർ, വൈ, ഹൂ ആൻഡ് ഹൗ എന്ന രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യോഗയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പുറത്തൊക്കെ രാജ്യങ്ങളിലോട്ടൊക്കെ പോയാൽ, അമേരിക്ക പോലുള്ള പുറത്തോട്ടൊക്കെ രാജ്യങ്ങളിലോട്ടൊക്കെ പോയാൽ നമുക്കിന്ന് ഒരുപാട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് യോഗ. എല്ലാവരും യോഗയെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഒക്കെ തരാവുന്ന, നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ ഇന്ത്യക്കാർ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് യോഗ. അപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്കും യോഗ നടന്നു വന്ന താഴ്വരകളിലൂടെയൊക്കെ നമുക്കിന്നൊന്ന് സഞ്ചരിച്ചിട്ട് വരാം. യോഗയുടെ ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഒക്കെ നോക്കിയാൽ ആദ്യം കാണാവുന്നത് നമ്മുടെ ഇൻഡസ് സരസ്വതി വാലി സിവിലൈസേഷനിലോട്ടൊക്കെ നമ്മൾ പോകേണ്ടി വരും. അവിടെ നിന്ന് കിട്ടിയ സീൽസും അവിടെ നിന്നും കിട്ടിയ പല പിക്ചേഴ്സിലുമൊക്കെ, പിക്ചേഴ്സായിട്ട് ഞാൻ പറയുമ്പോൾ അത് കേവ് പെയിൻറ്റിങ്സിലൊക്കെയാണ്. അതുമാത്രമല്ല, കൂടുതലും നമുക്ക് കിട്ടിയ ഒരുപാട് സീൽസ്, നമുക്കന്ന് അവിടെ നിന്ന് ഒരുപാട് സീൽസ് കിട്ടിയിരുന്നു. സീൽസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്ഥലം, നമ്മളിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ അവിടെ സീലുകളില്ല, അതുപോലെ പലതരം സീലൊക്കെ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ എക്സ്കവേഷനിൽ നിന്ന് കിട്ടിയിരുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷൻ, സരസ്വതി സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്ന സിവിലൈസേഷനാണ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നും നമുക്ക് ആദ്യം ഒരു യോഗിക് പോസ്റ്ററിലിരിക്കുന്ന ഒരു സീല് കിട്ടിയിരുന്നു. ഒരാൾ ഒരു യോഗിക് പോസ്റ്ററിലിരിക്കുന്ന സീല് കിട്ടിയിരുന്നു. നമ്മൾ യോഗയുടെ ഹിസ്റ്ററി ഒക്കെ തപ്പിപ്പോകുമ്പോൾ നമ്മൾ ഏകദേശം തുടങ്ങുന്നത്, ക്ലിയർ ഒന്നുമല്ല യോഗയുടെ ബാക്ക് ഹിസ്റ്ററി ഒന്നും, പക്ഷേ നമുക്ക് ഏകദേശം നമ്മൾ തുടങ്ങുന്നത് ഇവിടെ നിന്നൊക്കെയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു ആസ്പെക്റ്റ് ഇങ്ങനെയല്ല, ഇവിടെ നിന്നല്ല തുടങ്ങുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിൽ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ശിവനാണ് ആദിയോഗിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അഥവാ ആദ്യത്തെ യോഗി, ഫസ്റ്റ് ഗുരു, ആദി ഗുരു എന്നൊക്കെ പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത് ശിവനെയാണ്. എന്നാൽ പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ശിവൻ ലേക്ക് കാന്തസരോവർ എന്ന് പറയുന്ന ഹിമാലയത്തിൽ നിന്ന് വരുന്ന ഒരു നദിയുടെ തീരത്ത് നിന്ന് ഈ ആദിയോഗി ആയിരുന്ന ശിവൻ തനിക്ക് ലഭിച്ച ഈ ശക്തിയൊക്കെ അല്ലെങ്കിൽ ഈ അറിവൊക്കെ, അല്ലെങ്കിൽ ഇത്രത്തോളം അറിവുകളുണ്ടായിരുന്നു, ആ അറിവുകൾ സപ്തഋഷി എന്ന് പറയുന്ന മറ്റ് 7 സേജസിലേക്ക് അല്ലെങ്കിൽ 7 മുനിമാരിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അവരിത് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ട്, നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഫിലോസഫീസ് കാണാൻ പറ്റും. നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഫിലോസഫീസ് ഇന്ത്യസിലുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ഇപ്പോൾ മീമാംസ ഫിലോസഫി, വൈശേഷിക പോലുള്ള പലതരം ഫിലോസഫീസ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സപ്തഋഷീസിലേക്ക് ശിവൻ ഇത് പകർന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശിവൻ ഈ സപ്തഋഷിമാരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് ഇത് എല്ലാവരിലേക്കും പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് ആയാലും നോർത്തേൺ ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, അങ്ങനെ പോലുള്ള പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിച്ച് അവരിത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ കൾച്ചർ അല്ലെങ്കിൽ ഈ യോഗിക് കൾച്ചറൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫുള്ളസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ പീക്കിലേക്ക് എത്തുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, ഇത് ഹിമാലയത്തിൻ്റെ അവിടെ വെച്ച് നടന്ന കാര്യങ്ങളായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളസ്റ്റ് എക്സ്പ്രഷൻ വരുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അഗസ്ത്യ എന്ന് പറയുന്ന ഒരു സേജ് അല്ലെങ്കിൽ ഒരു മുനി ട്രാവൽ ചെയ്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് ഈ യോഗിക് കൾച്ചർ അല്ലെങ്കിൽ ഈ യോഗ എന്ന് പറയുന്ന ആ ഒരു അറിവ് എല്ലാവരിലേക്കും പകർന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കൂടുതൽ നോക്കുമ്പോഴത്തേക്കും, ഞാൻ പറഞ്ഞു നേരത്തെ, ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് എവിഡൻസൊക്കെ നമുക്ക് കിട്ടുന്നത് കൂടുതലും ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നൊക്കെയാണ്. എന്നാൽ അതിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ പഴയ ടെസ്റ്റുകളിലേക്ക് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലുള്ള പല
പഴയ ടെസ്റ്റുകളിലൊക്കെ നോക്കുമ്പോഴൊക്കെ നമുക്കിതിൻ്റെ കൂടുതൽ അറിവൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അതിലൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നമ്മൾ 4 വേദാസിലും അല്ലെങ്കിൽ ആദ്യ വേദം എന്നറിയപ്പെടുന്ന ഋഗ്വേദത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ 108 ഉപനിഷത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സ്മൃതിയിൽ കൂടി. ഈ സ്മൃതിയിൽ കൂടി എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം എഴുത്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കൂടുതലും ആളുകളുടെ അറിവിൽ കൂടെയായിരുന്നു. അതായത് പണ്ട് നമുക്കറിയാം ഗുരുകുല സമ്പ്രദായമൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഗുരുവിൽ നിന്ന് കുട്ടികൾ അത് മനഃപ്പാഠമാക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും പറഞ്ഞ് മനഃപ്പാഠമാക്കിക്കൊണ്ടാണ് ഇരുന്നത്. അങ്ങനെ സ്മൃതികളിൽ കൂടെ, പിന്നെ അത് മാത്രമല്ല ബുദ്ധിസ്റ്റ് ടെസ്റ്റുകളിൽ, ജൈൻ ടെസ്റ്റുകളിൽ, അങ്ങനെ പല നമ്മുടെ എപ്പിക്സിൽ, നമ്മുടെ പുരാണാസിലും ഒക്കെ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ യോഗയെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ മഹാവീരയുടെ ടെസ്റ്റിലായാലും പഞ്ചമഹാവീരയിൽ, അതുപോലെ ബുദ്ധ മുന്നോട്ട് വയ്ക്കുന്ന അഷ്ടമാർഗ അഥവാ 8 ഫോൾഡ് പാത്ത്, ഇതിലൊക്കെ ഒരു കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ യോഗയെക്കുറിച്ച് നല്ല രീതിയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് ആദ്യ കാലഘട്ടത്തിൽ യോഗയ്ക്ക് കിട്ടിയൊരു വൈഡായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ആണ് കൂടുതലും ഇന്ത്യയിൽ കിട്ടിയത്. പക്ഷേ കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ ഇതിന് മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ പല വേവ്സ് ആയിട്ടാണ് യോഗ സ്പ്രെഡ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു വേവിലായിരുന്നു ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇന്ത്യയിലോട്ടൊക്കെ നല്ല രീതിയിൽ സ്പ്രെഡായി വരുന്നത്. എന്നാൽ അത് മാത്രമല്ല ഈ വേദിക് പീരീഡ്സിലൊക്കെ കൂടുതലും സണ്ണിനെയാണ് എല്ലാവരും ദൈവമായിട്ടും അല്ലെങ്കിൽ സണ്ണിനായിരുന്നു ഒരു പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് യോഗയിലൊക്കെ നോക്കുമ്പോൾ പ്രാണായാമത്തിലൊക്കെ സൂര്യ നമസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പരാമർശിക്കപ്പെടുന്നതൊക്കെ ഈ സണ്ണിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വേവ് ഓഫ് ഈ ഒരു സ്പ്രെഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ആ സമയത്തൊക്കെ കൂടുതൽ സ്മൃതികളിൽ കൂടെ അല്ലെങ്കിൽ ആളുകളിൽ നിന്നൊക്കെയാണ് പടർന്നുകൊണ്ടിരുന്നത്. അഥവാ ഒരു ഗുരു മറ്റൊരാളിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അവരിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു, അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനൊരു കോഡിഫൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്ന് എല്ലാം കൂടെ കമ്പൈൽ ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ പല ആസനങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് യോഗ പഠിക്കേണ്ടത് എന്നൊക്കെ വരുന്നത് ഒരു 400-200 BC സമയത്താണ്. അന്ന് ബനാറസിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ബനാറസിൽ ജീവിച്ചിരുന്ന മഹാഋഷി പതഞ്ജലി എന്ന് പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു സേജാണ്, അല്ലെങ്കിൽ ഒരു മുനിയാണ് ഇതിനെ 95 അന്ന് യോഗയിൽ നിലനിന്നിരുന്ന 195 സൂത്രാസിനെ ചേർത്ത് യോഗ സൂത്രാസ് എന്ന് പറയുന്ന രീതിയിൽ ഇതിനെ കോഡിഫൈ ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഈ പതഞ്ജലി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കൂടുതൽ ഓർമ്മ വരിക നമ്മളെ പതഞ്ജലിയുടെ പ്രോഡക്റ്റ്സാണ്, സോപ്പും ചീപ്പും ഒക്കെ. അപ്പോൾ അത് ശരിക്കും ബാബ രാംദേവ് പതഞ്ജലി ഈ മുനിയുടെ പേരിൽ നിന്ന് തന്നെയാണ് അത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. പതഞ്ജലി ഫൗണ്ടേഷനൊക്കെ ഈ മുനിയുടെ പേരിൽ നിന്ന്, ഈ യോഗിക് മുനിയുടെ പേരിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സമയം, അതായത് ഈ ഒരു 500 BC മുതൽ 800 AD വരെയുള്ള ആ ഒരു വലിയ കാലഘട്ടമാണ് യോഗയുടെ ഒരു ക്ലാസിക് പീരീഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോപ്പുലാരിറ്റി ഒക്കെ കിട്ടിയ ആ ഒരു കാലഘട്ടം. ആ സമയത്ത് വലിയ രീതിയിൽ യോഗ ഡെവലപ്പ് ചെയ്തു. ഇന്ത്യയുടെ ഒരു കൾച്ചറായിട്ട് തന്നെ യോഗ ആ സമയത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലേക്കും ഡെവലപ്പ് ചെയ്തു. പലരും ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, ഇത് പല സ്ഥലങ്ങളിലേക്ക് എത്തി. ആ സമയത്ത് നമ്മൾ ഇന്നത്തെ പോലെ ഇങ്ങനെ കോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പലരിലേക്ക് എത്തുമ്പോൾ അത് പല രീതിയിൽ അതിനെ വ്യാഖ്യാനപ്പെടുകയും പലരും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അതിനെ പല ഡിവിഷൻസ് ആയിട്ട് മാറി. എന്ന് വെച്ചാൽ പലരും പല പുതിയ ആസനാസ് അല്ലെങ്കിൽ പല പുതിയ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് പല പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെ പല രീതിയിലോട്ടൊക്കെ ആ സമയത്ത് മാറിയിരുന്നു. അങ്ങനെ ഒരുപാട് തരം യോഗാസ് അന്ന് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് തരം ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് യോഗാസ് അന്ന് ഡെവലപ്പ് ചെയ്തു. ജ്ഞാന യോഗ, ഭക്തി യോഗ, കർമ്മയോഗ എന്നും പറഞ്ഞ് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യോഗാസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിലുള്ള യോഗാസ് ഡെവലപ്പ് ചെയ്തു വന്നു. അതിനൊക്കെ ശേഷം പിന്നൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പീക്ക് ഡെവലപ്മെൻറ്റ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു കൂടുതലും ഇന്ത്യയിലേക്കാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്നത്. അതിനുശേഷം പിന്നെ ഒരു പീക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ സമയത്താണ്. നമുക്കറിയാം സെപ്റ്റംബർ 11, 1893 വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻസിൽ ചിക്കാഗോയിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ ഓൾ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സ്പീച്ചിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആ സ്പീച്ചിൽ വെച്ചിട്ട് യോഗയെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയും അത് ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും അത് ഈ വെസ്റ്റേൺ വേൾഡിലോട്ടൊക്കെ കൂടുതൽ യോഗയുടെ ഒരു സ്പ്രെഡ് ഉണ്ടാവാൻ വേണ്ടി അത് ആദ്യ കാലഘട്ടങ്ങളിൽ ഒന്ന് സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോഗ പലരിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ പല മുനിമാരിലേക്ക് എത്തുമ്പോൾ പിന്നീട് അത് പല ഗുരൂസിലേക്ക് എത്തുമ്പോഴൊക്കെ അത് ഡിഫറെൻറ്റ് ഫോംസിലേക്ക് അല്ലെങ്കിൽ അവർ പുതിയ കാര്യങ്ങൾ അവരെ കയ്യിൽ നിന്നിട്ട് അല്ലെങ്കിൽ അവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ പലതരം ബ്രീത്തിങ് ടെക്നിക്സൊക്കെ ഡെവലപ്പായി യോഗയ്ക്കൊരു ഡെവലപ്പിംഗ് ഫേസാണ് ആ സമയത്ത് ഉണ്ടായത്. അതിന് മറ്റൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ സർ അരബിന്ദോ ഘോഷിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്ററൊക്കെ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ബ്രിട്ടീഷുകാരിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്
അദ്ദേഹം പോണ്ടിച്ചേരിയിൽ വരുന്നുണ്ട്. പോണ്ടിച്ചേരിയിൽ വന്നിട്ട് അവിടെ ഒരു ആശ്രമം തുടങ്ങി യോഗിക് പ്രാക്ടീസിലോട്ടൊക്കെ അദ്ദേഹം മാറി പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നൊരു യോഗിക് കൾച്ചറാണ് ഇൻറ്റേർണൽ യോഗ എന്ന് പറയുന്നത്. അദ്ദേഹം പോണ്ടിച്ചേരിയിൽ വന്നിട്ട് അവിടെ ഒരു ആശ്രമമൊക്കെ സ്ഥാപിച്ച് ഇങ്ങനെ യോഗിക് കൾച്ചറുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുമാത്രമല്ല, ആ സമയത്ത് ഞാൻ പറഞ്ഞു നേരത്തെ വെസ്റ്റേൺ ഫീൽഡിലോട്ട് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സിലോട്ടൊക്കെ ഭയങ്കര രീതിയിൽ യോഗ ആളുകൾ കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് പല വെസ്റ്റേണേഴ്സ് അല്ലെങ്കിൽ ഈസ്റ്റേണിൽ നിന്നും യൂഗീത് പീറ്റേഴ്സൺ എന്നൊക്കെ പറയുന്ന ആളുകളും അല്ലെങ്കിൽ കൂടുതൽ ഇന്ദിരാദേവി എന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് വെസ്റ്റേണേഴ്സ് ആണെങ്കിലും അവർ ഇന്ത്യയിൽ തന്നെ ട്രെയിൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ ആളുകൾക്ക് പഠിപ്പിക്കാനൊക്കെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാരണം ആ ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ എല്ലാ എപ്പിസോഡ്സിലും പറയുന്ന പോലെ ആ ഒരു സമയത്ത് നമ്മൾ വേൾഡിൻ്റെ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ നോക്കുമ്പോൾ ലൈക്ക് വിയറ്റ്നാമീസ് വാറൊക്കെ കഴിഞ്ഞിട്ട് വേൾഡ് വാർ 2, വേൾഡ് വാർ 1 അങ്ങനെ പലതരം കോൺഫ്ലിക്റ്റൊക്കെ കഴിഞ്ഞിട്ട് വാറുകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടുതലും ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ പീസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് യോഗ ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ആവുന്നത്, കൂടുതലും വലിയ രീതിയിൽ സ്പ്രെഡ് ആവുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരും സ്പിരിച്വാലിറ്റിയിലേക്കും പീസ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് 1960s ആ ഒരു സമയത്തൊക്കെ ഹിപ്പി കൾച്ചറൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ യോഗിക് കൾച്ചറും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഡെവലപ്പായി വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് 1960s ഒക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും ആ സമയത്ത് കൂടുതലും ഇന്ത്യയിൽ നമുക്ക് നോക്കിയാലറിയാം, നമുക്ക് പാകിസ്ഥാനുമൊക്കെ ആയിട്ട് വലിയ രീതിയിൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ട് ആ ഒരു സമയത്ത്. പക്ഷേ ഇന്ത്യയിൽ ആ സമയത്ത് യോഗയ്ക്ക് വലിയ രീതിയിലൊരു സ്പ്രെഡൊന്നും ഉണ്ടായില്ല. ഒരു സ്റ്റാഗ്നൻറ്റ് ഫേസ് ആയിരുന്നു, ഒരു ഡെവലപ്മെൻറ്റും ഇല്ല. പക്ഷേ ഒരു വാറൊക്കെ നടക്കുന്ന ആ ഒരു സമയം ആയതുകൊണ്ട് വലിയൊരു ഡെവലപ്മെൻറ്റൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്ത്യയിൽ കൂടുതലും അത് സാധാരണക്കാരിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ സാധാരണമായ ആളുകളിലേക്ക് എത്തുന്നതൊക്കെ ബോളിവുഡ് ആക്ടേഴ്സും അവരൊക്കെ കൂടുതലും അതിനെ എൻഡോഴ്സ് ചെയ്യുമ്പോഴാണ്. ബോളിവുഡ് ആക്ടേഴ്സും ആക്ട്രസസൊക്കെ നമുക്കറിയാം വലിയ രീതിയിൽ യോഗയും അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ യോഗ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാർഡമുള്ള ആളുകളൊക്കെ അത് ചെയ്യുമ്പോഴത്തേക്കും വലിയ രീതിയിൽ അത് മറ്റൊരിലേക്ക് സ്പ്രെഡ് ആവും. അങ്ങനെയാണ് യോഗ ഇന്ത്യയിൽ ഒരു തേർഡ് ഫേസിലോട്ടൊക്കെ അല്ലെങ്കിൽ ഒരു തേർഡ് ഫേസിലോട്ടൊക്കെ ഒരു യോഗിക് സ്പ്രെഡ് ഉണ്ടാവുന്നത്. ആ സമയത്താണ് ഇന്ത്യയിൽ വലിയ രീതിയിൽ യോഗ സ്പ്രെഡ് ആവുന്നത്. ആ രീതിയിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടുള്ള പല പല സ്ഥലങ്ങളിലും യോഗയൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ യോഗ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ വലിയ രീതിയിൽ അതൊരു മാസ്സായിട്ടുള്ളൊരു അംഗീകാരം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അത് പിന്നെ വരുന്നത് ഈ ഇന്ത്യയിൽ ബോളിവുഡ് ആക്ടേഴ്സൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് പല രീതിയിലേക്ക് ഇന്ത്യയിൽ വലിയ രീതിയിൽ അത് സ്പ്രെഡ് ആവുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞു ഇത് പല ഗുരുവിലേക്കും എത്തുമ്പോഴത്തേക്കും പല രീതിയിലേക്ക് ഇത് മാറുന്നുണ്ട്. അങ്ങനെ പലതരം ട്രാൻസ്ഫോർമേഷൻസ് ആ സമയത്ത് യോഗയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗുരു കൃഷ്ണമാചാര്യ അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന ഡിഫറെൻറ്റ് പോസസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആസനാസ്, നമ്മളിന്ന് കാണുന്ന പോലെ ഡിഫറെൻറ്റ് ആസനാസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ പൂനെയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം പലതരം ഡിസേബിൾഡ് പിന്നെ നമുക്ക് ആക്സിഡൻറ്റിലൊക്കെ പെടുന്ന ആളുകൾക്ക് യോഗ ചെയ്യാൻ അത്ര ഒരു ഈസി ആയിരിക്കില്ല ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ. അപ്പോൾ പലതരം പ്രോപ്സ് എന്ന് പറയുന്ന പലതരം സാധനങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ റോപ്പ് അല്ലെങ്കിൽ പലതരം സാധനങ്ങൾ ഉപയോഗിച്ച് അവർക്ക് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലൈക്ക് അയ്യങ്കാർ യോഗാസൊക്കെ പൂനെയിലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശ്രീ കെ പട്ടാഭി ജോയ്സ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ആ ഒരു ഗുരു ചെയ്തത് ജിംനാസ്റ്റിക്സിനെ യോഗയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അഷ്ടാംഗ യോഗ എന്ന് പറയുന്ന വേറൊരു ഡിഫറെൻറ്റ് യോഗിക് കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെസ്റ്റേൺ ഐഡിയാസിൽ നിന്നും വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഫിറ്റ്നസ്സിൽ നിന്നും നമ്മുടെ യോഗയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആർട്ടിസ്റ്റിക് യോഗ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡൽഹിയിലൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ കർണാടകയിലെ ബേസ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലും ഏകദേശം പ്രചാരത്തിലൊക്കെയുള്ള ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ ഉള്ള ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ യോഗ ഇപ്പോൾ ഭയങ്കര രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുപോലെ ഋഷികേശിൽ ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ കൈൻഡ് ഓഫ് യോഗ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫോർമലായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫോർമൽ യോഗിക് എഡ്യൂക്കേഷൻ ഉണ്ട്, ശരിക്കും ഇന്ത്യയിലുണ്ട്. അത് ബീഹാർ സ്കൂൾ ഓഫ് യോഗയിലാണ്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ ചെറുതിലെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന പോലെ ആ രീതിയിൽ സിലബസ് വെച്ചിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് കൂടുതൽ പ്രചാരണത്തിലേക്ക് വന്നപ്പോഴൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്കൊക്കെ വേണ്ടിയിട്ട് ഇതിനെ ഡിഫറെൻറ്റ് വെറൈറ്റീസിലേക്ക് മാറ്റിയ യോഗാസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ഹോട്ട് റൂമിൽ പോയി നിന്നിട്ട് കുറേ നേരം അല്ലെങ്കിൽ സ്റ്റീം ബാത്തൊക്കെ പോലെ ഹോട്ട് റൂമിൽ പോയി നിന്ന് ഒരു മണിക്കൂർ 2 മണിക്കൂർ യോഗ ചെയ്ത് അതിനെ ഹോട്ട് യോഗ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ ആക്രോബാറ്റിക്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആക്രോ യോഗ, അതുപോലെ
പോൾസ് ഉണ്ട്, പോൾസിനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നല്ല നീളമുള്ള കമ്പിയാണ് പോൾസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പോൾ യോഗ, അതുപോലെ ഏരിയൽ യോഗ, അങ്ങനെ പല കൈൻഡ് ഓഫ് പുതിയ വെറൈറ്റി ഓഫ് യോഗാസ് ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം പണ്ടത്തെ ഗുരൂസ് അല്ലെങ്കിൽ പണ്ടത്തെ രീതിയിലായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരെല്ലാം യോഗയായിട്ട് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് പുതിയ കാലഘട്ടത്തിന് വേണ്ടി കണ്ടുപിടിക്കപ്പെടുന്ന ഡിഫറെൻറ്റ് ഗുരൂസിലേക്ക് എത്തുമ്പോഴൊക്കെ കണ്ടുപിടിക്കപ്പെടുന്ന ഡിഫറെൻറ്റ് വെറൈറ്റി യോഗാസാണ്. ഇങ്ങനെ യോഗയ്ക്ക് വലിയ ഇതിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം നമ്മുടെ ഡിപ്ലോമാറ്റിക് പവേഴ്സിൽ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് റിലേഷൻസ് ഉണ്ടാക്കുന്ന കൺട്രീസുമായിട്ട് നമുക്കൊരു കൾച്ചറൽ ടൈപ്പ് എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഇന്ത്യ വലിയ രീതിയിൽ സോഫ്റ്റ് പവറായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് യോഗ. കാരണം ലോകത്തിൻ്റെ കണ്ണിൽ ഇന്ന് ഇന്ത്യ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ അല്ലെങ്കിൽ വേൾഡിൻ്റെ ഒരു ഫേസിലേക്ക് ഇന്ത്യ വരുമ്പോൾ നമുക്ക് യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹിസ്റ്ററിയെ ബാക്ക് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു ബുക്കിൽ വായിച്ചതാണ്, ഒരു ആളുകൾ വെസ്റ്റേണേഴ്സ് കൂടുതലും യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ വന്നിട്ട് ആരെങ്കിലും കണ്ടുമുട്ടും, അവർ യോഗ പഠിപ്പിക്കും, അല്ലെങ്കിൽ അവർക്ക് ലൈഫിലേക്കുള്ള പർപ്പസ് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കും എന്ന് അവർ വിശ്വസിക്കുന്ന ഒരാളുടെ ഇൻ്റർവ്യൂവിൽ അയാളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നതാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അത്തരമൊരു കൾച്ചറൽ ബാക്കിംഗ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാർ ഇതിനെക്കുറിച്ചൊന്നും തിരിച്ചറിയാറില്ല. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ നമ്മുടെ യൂത്തിൽ വലിയ രീതിയിൽ യോഗ ഡെവലപ്പായി വരുന്നുണ്ട്. ആളുകൾ കൂടുതൽ യോഗയെ സ്നേഹിക്കുന്നുണ്ട്, ആളുകൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ഓർഗൻസിനാണ് നമ്മൾ കൂടുതലും വർക്കൗട്ടൊക്കെ ചെയ്യുക, നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുക. പക്ഷേ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് കൂടുതലും യോഗ. അതുപോലെ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പരമായി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏകദേശം 250 മില്യൺ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ടീച്ചേഴ്സ് മാത്രമുണ്ട്. അതായത് ടീച്ചിങ് ചെയ്യുന്ന മാത്രം 250 മില്യൺ ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റുഡൻറ്റ് ബേസ് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പായി വന്ന് ഇന്നൊരു $1 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പായി നിൽക്കുന്നതാണ് യോഗ. അതുപോലെ പലതരം ഇൻഡസ്ട്രീസ് നമ്മൾ ഇന്ത്യയിൽ കാണാതെ പോകുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഓർക്കാതെ പോകുന്ന ഇന്ത്യയുടെ കൾച്ചറിൽ നമുക്ക് തന്നെ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ. പക്ഷേ അത് മറ്റൊരു എപ്പിസോഡിലേക്കുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാം. ഞങ്ങളുടെ ഇമെയിൽ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾക്ക് വോയിസ് മെസ്സേജും അയക്കാം. അതിൻ്റെ ഇതും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.